ഇന്നൊരു കൊഞ്ച് ബിരിയാണി വെക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ അതിനു വേണ്ടിയുള്ള സവാളയും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബിരിയാണി വെക്കുന്നത് കുക്കറിലാണ്. അപ്പം അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊക്കെയുണ്ട് സ്പൈസസും കാര്യങ്ങളും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ചോറ് വേവാനുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ കുറച്ച് നാരങ്ങാ നീര്, പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള സവാള, ഇതൊക്കെ ഇട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ബിരിയാണിക്കുള്ള അരി ഇട്ടിട്ട് പാകത്തിനാക്കി വെച്ചിട്ട് കുക്കറിലിട്ടൊന്ന് വേവിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എണ്ണയ്ക്കകത്ത് നല്ലപോലെ വഴറ്റി എടുത്തിട്ട് അരിഞ്ഞു വെച്ച സവാളയും അതിനകത്തോട്ട് ഇട്ട് നല്ലപോലെ വഴറ്റി ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മല്ലിയില ഇട്ട് അതിന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടി കരിയാതെ നോക്കുകയും ചെയ്യണം. പിന്നെ പച്ചമണം വെച്ചിട്ട് മാറി വരുമ്പോഴത്തേക്കും തക്കാളി ഇട്ടിട്ട് പിന്നെ അത് ശേഷം കുറച്ച് പുതിനയില ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാല ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി വെക്കുക. അപ്പം ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് കൊഞ്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞാൽ കൊഞ്ച് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഒന്ന് നല്ലപോലെ വേവിക്കണം. അപ്പം വേവിക്കുമ്പോഴത്തേക്കും അതിനകത്ത് വെള്ളമില്ല അതുപോലെ വെളിയിൽ വരികയും ചെയ്യും. എന്നിട്ട് നമ്മൾ അതൊരു വേവ് ഒക്കെ കറക്റ്റ് ആയി കഴിയുമ്പോൾ കുക്കറിനകത്തോട്ട് ആദ്യം ഞാൻ ഇട്ടതെന്ന് പറയുമ്പോഴത്തേക്കും കൊഞ്ച് അതും താഴെ ഇട്ടിട്ട് കുറച്ച് റൈസ് ഇടും. റൈസ് ഇട്ടിട്ട് കുറച്ച് സവാള വറുത്തില്ല അതും, പിന്നെ കുറച്ച് മല്ലി മിക്സ് ആക്കിയിട്ട് അതിടും. പിന്നെ ഞാൻ ചോറിട്ടും, പിന്നെ കുറച്ച് കൊഞ്ചിന്റെ റോസ്റ്റ് ചെയ്തതും അതിട്ടിട്ട് പിന്നെ അതിന്റെ മേളിൽ കുറച്ച് ചോറിട്ടിട്ട് അതുപോലെയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചായിരുന്നു. ചെറിയ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചത്. എന്നിട്ട് തുറന്നു വന്നപ്പോഴത്തേക്കും നല്ല അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. കഴിക്കാൻ ആ ഒരു രുചിയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് വെച്ചപ്പോൾ അതിൻ്റെതായ ഒരുപാട് പോരായ്മകൾ ആ ഒരു ബിരിയാണിക്ക് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. എന്നാലും എല്ലാവരും അത് കഴിച്ച്. അപ്പം ഇത് എന്റേതായ ഒരു രീതി. ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഉള്ള വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്രേ എടുത്തിട്ടുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.